ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻകം ടാക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അസസ്മെൻറ്റ് ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റിത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ഏതാണെന്നും പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസും നമുക്ക് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാമെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ മാക്സിമം പ്രോബ്ലംസ് ഇന്ന് തന്നെ ഈ വീഡിയോയിൽ തന്നെ കവർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളവരിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അതായത് ഒരു സെയിം നീഡ്സിൽ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്ന പീപ്പിൾസ് എന്താണ്, സ്വയം വോളണ്ടറി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്, ATP എന്ന് പറയുന്നത്. ഇത് നമുക്ക് എക്സാമിൽ തിയറി ആയിട്ടും ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോബ്ലംസിന് എന്ത് ചെയ്യാം, നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ത്, ഈ ഡിഡക്ഷൻസ്. കാരണം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഒരു ഡിഡക്ഷനാണ് എന്ത്, ATP ഡിഡക്ഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൽ 100% ഓഫ് ദി ഡിഡക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, സർട്ടൻ ലിമിറ്റ് വരെ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഡിഡക്ഷൻസ് ഉണ്ട്. അതിൽ 100% വരെ വരുന്ന ഡിഡക്ഷൻസിൽ വരുന്നതാണ് ബാങ്കിങ് ബിസിനസ്, അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രി, മാർക്കറ്റിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ, ദെൻ ദി പർച്ചേസ് ഓഫ് ദി അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, ദെൻ പ്രൊസസിങ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസർ, അതായത് വിത്തൗട്ട് എനി പവർ ആണ്, ഇത് ശ്രദ്ധിക്കണം, വിത്തൗട്ട് എനി പവർ. ദെൻ കളക്റ്റീവ് ഡിസ്പോസൽ ഓഫ് ലേബർ, ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, പ്രൈമറി സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് മിൽക്ക്, ഓയിൽ, സീഡ്സ് ആൻഡ് ഫ്രൂട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് വിത്ത് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി, പിന്നെ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ്. അപ്പോൾ ഇതിനൊക്കെയാണ് എന്ത്, 100% ഡിഡക്ഷൻസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് എന്താണ്, ഡിഡക്ഷൻസ് ഒരു സർട്ടൈൻ ലിമിറ്റ് വരെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എൻഗേജ്ഡ് ഇൻ ദി അതർ ആക്ടിവിറ്റീസ് ആണ്, അതർ ആക്ടിവിറ്റീസിൽ വരുന്നതാണ് പറയുന്നത്. അതിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ 1 lakh വരെ അതർ ആക്ടിവിറ്റീസിന് ഡിഡക്ഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തതിൻ്റെ അതർ ആക്ടിവിറ്റീസിനാണെന്നുണ്ടെങ്കിൽ 50,000 വരെ ഡിഡക്ഷൻസ് ഉണ്ടാവും. പിന്നെ അതിൽ പറയുന്ന ഒരു ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് പ്രോപ്പർട്ടി ഇൻകം ആണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻകത്തിനും എന്താണ്, വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ദാൻ 20,000, നോട്ട് എക്സീഡ് 20,000 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ ഡിഡക്ഷൻസ് കിട്ടും. ഏതിന്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിനും പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻകത്തിനും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഡിഡക്ഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ പ്രോബ്ലംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഡിഡക്ഷൻസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ റേറ്റ് ഓഫ് ടാക്സും ഒന്ന് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത്, നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്ന മെയിനായിട്ടൊരു തിയറി എന്ന് പറയുന്നത് എന്താണ്, ATP ഡിഡക്ഷൻസ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ പ്രോബ്ലംസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇലുസ്ട്രേഷൻ 2 നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ചാലക്കുടി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എൻഗേജ്ഡ് ഇൻ പ്രൊസസിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് പവർ ആൻഡ് ഇറ്റ് ഇസ് മാർക്കറ്റിംഗ്. ഇറ്റ് ഫർണിഷസ് ദി ഫോളോവിങ് പെർട്ടിക്കുലേഴ്സ് ഡിറ്റർമിങ് ഇറ്റ് ഇസ് നെറ്റ് ഇൻകം. അപ്പോൾ ഇവിടെ എന്താണ്, നെറ്റ് ഇൻകം കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ അണ്ടർ ഹെഡിൽ വരുന്നതാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഓക്കെ, ഇൻകം ഫ്രം ഏജൻസി ബിസിനസ്, ഇൻകം ഫ്രം ഏജൻസി ബിസിനസ് ബിസിനസ് ഇൻകാണ്. ദെൻ ഇൻകം ഫ്രം പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അതൊരു ബിസിനസ് ഇൻകാണ്. ദെൻ ഇൻകം ഫ്രം മാർക്കറ്റിംഗ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസും ബിസിനസ് ഇൻകാണ്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ് എന്താണ്, ഒരു HP ആണ്, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആണിത്. ദെൻ ഡിവിഡൻഡ് ഫ്രം അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് 100% ഡിഡക്റ്റബിൾ, ഏതൊക്കെയാണ് സർട്ടൈൻ ലിമിറ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ളത്, അതൊക്കെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ഒന്ന് എന്താണ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ് ആണ്. ഇത് നമ്മൾ പഠിച്ചു, ഇത് ഏതാണ്, 100% ഡിഡക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 25,000 അത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിൻ്റെ ഡിഡക്ഷൻസ് എന്ത് ചെയ്യേണ്ടത്, ലെസ് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ ഫസ്റ്റ് വൺ ഇതാ, ഗോഡൗണിൻ്റെത് 25,000 എന്ന് എഴുതി. ദെൻ ബിസിനസ് ഇൻകത്തിൽ വരുന്ന 3 കേസ്, പ്രോസസ്സിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഏജൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് മൂന്നും കൂടെ എന്ത് ചെയ്തു, അത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് അതും എഴുതി. നെക്സ്റ്റ് എന്താണ്, ഡിവിഡൻഡ് ഇൻകം, ഇൻകം ഫ്രം അതർ സോഴ്സിന് വരുന്നതാണ് ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത്. അത് എത്രയാണ്, 64,000 ആണ്. ഓക്കെ, ദെൻ 64,000 കൂടെ ഇതിനോട് കൂടി ആഡ് ചെയ്ത് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 2,25,000 ആണ്. ഓക്കെ, ഇതിന് നമുക്ക് ATP പ്രകാരമുള്ള ഡിഡക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ എന്താണ്, ഇൻകം ഫ്രം പ്രോസസ്സിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൻ്റെ നമുക്ക് കിട്ടുന്ന ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഫുള്ളി നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, 100% ഡിഡക്ഷന് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 40,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ദെൻ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 16,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം, 100% ആണ്. ദെൻ ഏജൻസി ബിസിനസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഏജൻസി ബിസിനസ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഏജൻസി ബിസിനസ്സിന് നമ്മളൊരു അതർ ബിസിനസ്, അതൊരു അതർ ആക്ടിവിറ്റീസിനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ഇതൊരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 50,000 വരെ നമുക്ക് ഡിഡക്ഷൻ അലവബിൾ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്രയാണ്, 18,000 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് 50,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 50,000 ഡിഡക്റ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിവിഡൻറ്റ് ആണ്. ഡിവിഡൻറ്റ് എത്രയാണ്, നമുക്ക് ഡിവിഡൻറ്റ് അനദർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ് നമുക്ക് എന്താണ്, ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ 64,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ് ആണ്. ഗോഡൗൺസിൻ്റെതും അതുപോലെ തന്നെ 100% ആണ്. അപ്പോൾ നമുക്ക് 25,000 എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടലി ഡിഡക്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1,95,000 ആണ്. അപ്പോൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 30,000. ഓക്കെ, അതായത് 2,25,000 മൈനസ് 1,95,000 ഇസ് ഈക്വൽ ടു 30,000 ആണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മലപ്പുറം കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെതാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാസ് ദി ഫോളോവിങ് ഇൻകം ഡ്യൂറിങ് ദ ഇയർ 24-25, കമ്പ്യൂട്ട് ദി ടോട്ടൽ ഇൻകം ആൻഡ് ടാക്സ് പേയബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ബിസിനസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ തന്നിയുള്ള ഇൻകം ഏതാണ്, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകം ഉണ്ട്, അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സിനും ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ഇതിലെ ഇൻകം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എത്രയാണ് തന്നിട്ടുള്ളത്, 4,000 ആണ്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒന്നും ലെസ് ചെയ്യേണ്ട. ഇവിടെ കമ്പ്യൂട്ടഡ് അല്ലാതാണ് തന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 4,000 ആണ് തന്നിട്ടുള്ളത്, നമുക്ക് കമ്പ്യൂട്ടഡ് ആണ്. ദെൻ ഇൻകം ഫ്രം ബിസിനസ് ആണ്. ബിസിനസ് എന്നുള്ള ഇൻകംസ് ഏതൊക്കെയാണ്, ബിസിനസ് ഉണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്നുള്ളതുണ്ട്, ഫിഷിംഗ് ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിൻ്റെ ഉണ്ട്. അപ്പോൾ അത് മൂന്നും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്രയാണ്, 12,000 വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അതർ സോഴ്സിന് എന്താണുള്ളത്, ഒരു ഇൻട്രസ്റ്റ് ഓൺ സൊസൈറ്റീസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സൊസൈറ്റീസ് എത്രയാണ്, 2,000. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 18,000 ആണ്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻസ് നോക്കാം. അപ്പോൾ ഡിഡക്ഷൻസ് കുറച്ചാൽ കിട്ടുന്നതാണല്ലോ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ATP പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെസ് ദാൻ 20,000 ആണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിയത്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരു സർട്ടിഫൈഡ് ലിമിറ്റ് വരെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഡക്ഷനിൽ എന്താണ് പറഞ്ഞത്, ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഇൻകത്തിനും ഇൻകം ഫ്രം ദി സെക്യൂരിറ്റീസ് ഉണ്ടാവുമല്ലോ, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, അതിനും എന്താണ് ലെസ് ദാൻ 20,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുണ്ടെങ്കിൽ ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ ഇവിടെ ഹൗസ് പ്രോപ്പർട്ടിക്ക് 4,000 നമുക്ക് ഫുള്ളി ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെന്താണ്, ഇത് 3 എന്താണ് 100% ഡിഡക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് 12,000 എന്ത് ചെയ്യാൻ പറ്റും, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ബിസിനസ് എന്നുള്ളത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി എന്നുള്ള 2,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണ്, ടോട്ടലിംഗ് എത്രയാണ് കിട്ടുന്നത്, 0 ആണ്. ഓക്കെ, അവിടെ 18,000 ആണ് ഗ്രോസ് ടോട്ടലിംഗ് കിട്ടിയത്. അതിന് നമ്മൾ ഡിഡക്ഷൻസ് നമുക്ക് 80,000 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ടോട്ടലിംഗ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ടാക്സ് പേയബിൾ എന്താണ്, നില്ലാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ലെസ് ദാൻ 20,000 ആയതുകൊണ്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ദാൻ 20,000 ആയതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസും അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഇൻകവും നമ്മൾ ഫുള്ളായിട്ട് ഡിഡക്റ്റ് ചെയ്തത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെതാണ് തന്നിട്ടുള്ളത്. കുറച്ച് ഫോളോവിങ് ഇൻകംസ് പറയുന്നുണ്ട്. നമ്മളോട് അതിൻ്റെ എന്താണ് കമ്പ്യൂട്ടർ ദി ടോട്ടൽ ഇൻകം ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം കാണാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഏജൻസി ബിസിനസ്സാണ്. ഈ ഏജൻസി ബിസിനസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏജൻസി ബിസിനസ് എന്താണ്, ഒരു അതർ ഇൻകത്തിൽ വരുന്നതാണ്. ഓക്കെ, അതായത് ഏജൻസി ബിസിനസ് എന്ന് പറയുന്നത് അതർ ഇൻകം ആണ്. അപ്പോൾ എന്താണ്, ഒരു സർട്ടിഫൈഡ് ലിമിറ്റ് വരെയാണ്. അതായത് 50,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ഓൺ ദി ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ദി ഗുഡ്സ് പർച്ചേസ്ഡ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ഓൺ ദി ഡിലേഡ് പേയ്മെൻറ്റിൻ്റെ എന്താണ്, നമുക്ക് ഡിഡക്ഷൻസ് എന്താണ് ഇല്ല, അതിന് ഡിഡക്ഷൻ ഇല്ല. നെക്സ്റ്റ് എന്താണ്, പ്രോസസ്സിംഗ് ആണ്. വിത്തൗട്ട് എയ്ഡ് ഓഫ് പവർ ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഇറ്റ് ഇസ് മെമ്പേഴ്സ് എന്താണ് 100% ഡിഡക്ഷൻ ആണ്. സപ്ലൈ മിൽക്ക് എന്താണ് 100% ആണ്. ദെൻ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഓഫ് ഇറ്റ് ഇസ് മെമ്പേഴ്സ് അതെന്താണ് 100% ആണ്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ് 50,000 ആണ്. അത് നമുക്ക് ലെസ് ദാൻ ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ദാൻ 20,000 ആണെങ്കിൽ ഡിഡക്ഷൻ അലവബിൾ ഉള്ളൂ. ദെൻ ഡിവിഡൻഡ് ഫ്രം അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എത്രയാണ് 25,000, അത് എത്രയാണ് 100% ഡിഡക്ഷൻ ആണ്. ദെൻ ഇൻകം ഫ്രം ലെറ്റിംഗ് എന്താണ് 100% ഡിഡക്ഷൻ ആണ്.
അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കാം. അത് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാണുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി അതിൽ വരുന്നതാണ് എന്ത് ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 50,000 ഉണ്ട്. പിന്നെ വേറെ ലെറ്റിംഗ് ഓഫ് ഗോഡൗൺസ് ഉള്ളത് 20,000. അപ്പോൾ നമുക്ക് 70,000 എന്ത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് കിട്ടി. ദെൻ നെക്സ്റ്റ് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ളത് എന്താ മാർക്കറ്റിംഗ്, പ്രോസസ്സിങ്, സപ്ലൈയിങ് മിൽക്ക്, പിന്നെ അതുപോലെ തന്നെ ഏജൻസി ബിസിനസ്. ഓക്കെ, അപ്പോൾ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ കിട്ടിയതാണ് എത്രയാണ് 70,000. നെക്സ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഡിവിഡൻഡ് എന്നുള്ള ഇൻകം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് 1000 പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതായത് ഇൻട്രസ്റ്റ് ഫ്രം മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഡിലേഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്നതാണ്, ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ 1,000. പിന്നെ നെക്സ്റ്റ് എന്താണ് ഡിവിഡൻറ്റ് 25,000. അപ്പോൾ ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എത്രയാണ്? 26,000. അപ്പോൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. അതെന്ന് പറയുന്നത് 1,66,000 ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് അലവബിൾ ഡിഡക്ഷൻസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ATP പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് ഇവിടെ? ഗോഡൗൺസിന് 100% ഉണ്ട്, സോ 20,000 ഡിഡക്റ്റ് ചെയ്യാം. മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് 100% ആണ്, സോ 6,000 ഡിഡക്റ്റ് ചെയ്യാം. ദെൻ പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സിനും അതുപോലെ തന്നെയാണ് 9,000 ഡിഡക്റ്റ് ചെയ്യാം. സപ്ലൈയിങ് മിൽക്കിന് അതുപോലെ തന്നെ 15,000 ഡിഡക്റ്റ് ചെയ്യാം. ദെൻ ഏജൻസി ബിസിനസ് അതർ കേസിൽ വരുന്നതാണ്. സോ നമുക്ക് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 വരെയാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക. ഇവിടെ എത്രയാണുള്ളത്? 14,000 ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 14,000 ഇവിടെ ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് ഡിവിഡൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫുള്ളി ഡിഡക്റ്റബിൾ ആണ്. അപ്പോൾ 25,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 51,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ ചെയ്ത്. അപ്പോൾ ഇന്ന് നമ്മൾ മാക്സിമം പ്രോബ്ലംസ് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പ്രോബ്ലംസ് അതുപോലെ തന്നെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിലുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.